ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക എന്നൊരു ശൈലിയുണ്ട് മലയാളത്തിൽ. പുതിയ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ധവളപത്രത്തിൽ പരാമർശിക്കുന്ന പെൻഷൻ പ്രായം ഉയർത്തുക എന്ന നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്ന നടപടി തന്നെയാണ്. 2023 ഇവിടെ ഒരു സമരം ഉണ്ടായിട്ടുണ്ട്. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരം. ആ സമരത്തിന് അന്നത്തെ സർക്കാർ നൽകിയ വില വെറും പുച്ഛമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇലക്ഷൻ വന്നു. ആ സമരവും അതുപോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നവും നശിപ്പിച്ച ആ സർക്കാരിന് ഉദ്യോഗാർത്ഥികൾ മറുപടി കൊടുത്തു. ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല, ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങളും അവർക്കൊപ്പം നിന്നു. കാരണം ഓരോ ഉദ്യോഗാർത്ഥിയും പഠിക്കാൻ ഇറങ്ങുന്നത് അവരുടെ കുടുംബത്തിൻ്റെ കൂടി സ്വപ്നങ്ങൾ തലയിലേറ്റിക്കൊണ്ട് തന്നെയാണ്. അതായത് പഠിക്കുന്നത് ഒരാളാണെങ്കിലും അതിൻ്റെ പിറകിലെ പ്രതീക്ഷയും സ്വപ്നവും പേറുന്നത് ഓരോരോ കുടുംബങ്ങളാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന കുറേ ഉദ്യോഗാർത്ഥികൾ അവർ കൂടിപ്പോയാൽ എന്ത് സമരം ചെയ്യും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ അവർ എന്ത് കാണിക്കും, കുറച്ച് ദിവസം പ്രതിഷേധിച്ചിട്ട് അവരങ്ങ് അടങ്ങിക്കോളും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇന്നത്തെ യുവതി യുവാക്കൾ അങ്ങനെയല്ല. ഓരോ മുറിവും, നമ്മുടെ മനസ്സിലേക്കുന്ന ഓരോ മുറിവും അത് മനസ്സിലാക്കി മനസ്സിൽ കൊണ്ടു നടന്ന് പ്രയോഗിക്കേണ്ട സാഹചര്യത്തിൽ പ്രയോഗിച്ച് തന്നെയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ താഴെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ പ്രതികരിക്കാൻ വരുന്ന ആൾക്കാർ, അവർ മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രിയുടെ മക്കളും അല്ലെങ്കിൽ MLA-മാരുടെ മക്കൾ പോലും ഈ നാട്ടിലുള്ള തൊഴിലില്ലായ്മയുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടോ സാമ്പത്തികമായ ബുദ്ധിമുട്ടോ ഒന്നും അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളുണ്ട്? മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ താഴെ വന്ന് എന്ത് ചെയ്യേണ്ടത്, പ്രതിഷേധിക്കേണ്ടതും ന്യായീകരിക്കേണ്ടതും. അതുകൊണ്ട് സാധാരണക്കാരുടെ വയറ്റത്തടിച്ചുകൊണ്ടല്ല സർക്കാരിനെ കടക്കണിൽ നിന്ന് രക്ഷിക്കേണ്ടതെന്ന് പുതിയ ഗവൺമെൻറ്റിനോട് പറയുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ ഈ നാട്ടിലെ യുവതി യുവാക്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു. ഇനി ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പെൻഷൻ പ്രായം ഉയർത്തുന്ന നടപടിക്രമം ഉദ്യോഗാർത്ഥികളെ ദ്രോഹിക്കുന്ന രീതിയിൽ സർക്കാർ ചെയ്യുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് ഞങ്ങളുമുണ്ടാകും.